തന്നെയാണ്. ഇന്ന് റമദാൻ 25 കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിതാ നോമ്പ് തുറക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മുന്തിരിയാണ് കേട്ടോ. മുന്തിരിയും വെള്ളവും മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇന്ന് എൻ്റെ ചേച്ചിയുടെ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ അവിടുത്തെ ചെറിയൊരു വീഡിയോ കൂടെ ഞാൻ ഇതിൽ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് മാത്രം സംസാരിക്കുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ മുന്നോട്ട് പോവുക, ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ കടയിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നോമ്പെടുത്തിട്ട് നമ്മളിങ്ങനെ പണികളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അത്ര ക്ഷീണമൊന്നുമില്ല. അപ്പോൾ എന്തായാലും പിന്നെ അങ്ങനെ പോകുന്നു. പിന്നെ ഇന്ന് ഒരിക്കാൻ്റെ ഉപ്പാടെ പിന്നെ ആണ്ട് നേർച്ചയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ അതുപോലെ തന്നെ അവർക്കൊരു ഉണ്ണിയപ്പത്തിൻ്റെ ചെറിയൊരു ഓർഡർ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തുവിട്ട് നമ്മൾ. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ണിയപ്പത്തിന് ഓർഡറുകൾ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാലേ നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഇപ്പോൾ ഗ്യാസിൻ്റെ പരിമിതികൾ കാരണം നമുക്ക് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഓർഡർ നേരത്തെ തന്നെ തരികയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ എന്തായാലും നോമ്പ് തുറന്നിട്ട് അങ്ങോട്ട് പോവും. അപ്പോൾ അവിടുത്തെ വീഡിയോയും കൂടെ ആഡ് ആക്കാം. ചോറൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഇറങ്ങാം കേട്ടോ. വേർത്ത് കേട്ടോ, നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കടച്ചിട്ടേ അച്ഛൻ അതാ പോവും, അമ്മയും മക്കളും കൂടെ നേരത്തെ പോയി. അച്ഛൻ പോണതാ, അച്ഛൻ പോയി. അപ്പോൾ എന്തായാലും അവിടുത്തെ വിശേഷങ്ങളുണ്ടാവും. കുറേ ആയില്ലേ ഇങ്ങനെ ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ടില്ലേ. അപ്പോൾ വ്ളോഗ് പോലെ, ചെറിയൊരു വ്ളോഗ് പോലെ ഇടാം. അപ്പോൾ അവിടെ പോയി കാണാം. ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. അപ്പോൾ വലുതായിട്ടൊന്നുമല്ല, ചെറുതായിട്ടായാലും ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ മോനൊരു ഫ്രെയിം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഓപ്പൺ ആക്കുകയാണേ. അത് മോൻ്റെ ചെറിയ ഫോട്ടോ മുതൽ ജനിച്ച മുതലുള്ള ഈ 1 വയസ്സ് വരെയുള്ള ഫോട്ടോസാണ് കേട്ടോ അതിൽ ഫ്രെയിമിലുള്ളത്. ഇതിൽ അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ്റെ കരുതലും സ്നേഹവും ഒക്കെ കൂടെ ചേർന്നിട്ട് എൻ്റെ അച്ഛൻ്റെ കയ്യിലുള്ളൊരു പൈസ കൈനീട്ടായിട്ട് കൊടുക്കുകയാണ് കേട്ടോ ആ കുട്ടിക്ക്. അപ്പോൾ ഇത് എന്തിനാ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്നേഹം, അറിയാതെ ക്യാമറയിൽ പെട്ടതാണ് അത്.